വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ബ്യൂട്ടി ഇൻ മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ റിസോർട്ടിൽ എന്തൊക്കെ കാണാനുണ്ടെന്നുള്ള നിങ്ങളെ കാണിക്കുവാണ്. അപ്പം നമ്മൾ നടന്നു വരുന്ന ഒരു സൈഡിലായിട്ട് ചെറിയൊരു പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. ഊഞ്ഞാലും സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം നല്ല മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടും. പിന്നെ ചെറിയ ടെൻറ്റും കാര്യങ്ങളുമൊക്കെ ഈ ഒരു മരത്തിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ നടന്ന് പോകുന്ന താഴോട്ട് പോകുന്നിടത്താണ് ഈ വാട്ടർ പാർക്കും കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ഈ സൈഡിലൊക്കെ കാണുന്ന ചെറിയ റൂമുകളാണ്, വീടുകൾ പോലുള്ള ചെറിയ റൂമുകളാണ് ഈ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ അധികമായിട്ടില്ല ഈ റിസോർട്ട് തുടങ്ങിയിട്ട്, അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ വന്നപ്പം രാത്രിയിലൊരു മാരേജ് ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 6 ഫാമിലി ഉണ്ട്, വേറെ 2 ഫാമിലിയും പുറത്തുനിന്നുള്ളവരുണ്ട്. അങ്ങനെ എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതാണ്ട് താഴോട്ട് പോവുകയാണ്. അവിടെയാണ് വാട്ടർ പൂള്. ഇതാണ്ട് പിള്ളേരെല്ലാം വാട്ടർ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് അനൂസ് നല്ല കളിയാണ്, അവൾക്ക് വെള്ളം കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നല്ല തണുപ്പുമുണ്ട് വെള്ളത്തിൻ്റെ രാവിലെ. അപ്പോൾ എന്തായാലും അവൾ അവിടെ നിന്ന് കയറുന്നില്ല, നല്ലതായിട്ട് തണുക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ. ഇങ്ങനെ കുറച്ച് അധികമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങളൊന്നുമില്ല, കുഞ്ഞുങ്ങൾക്ക് കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞേച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് എത്തി. ഇന്നത്തെ ലഞ്ചിനുള്ള ഫുഡ് എന്ന് പറയുന്നത് എഗ് കറിയും വൈറ്റ് റൈസ്, കബാബ്, ചപ്പാത്തി ഉണ്ട്, ദാൽ കറി ഉണ്ട്, പപ്പടം ഉണ്ട്. എല്ലാം നല്ല ഫുഡ് തന്നെയാണ് ഇവിടുത്തെ. പിന്നെ പിള്ളേരൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതുണ്ട് കുറച്ച് നേരം ഇരുന്ന് ഊഞ്ഞാലാടുന്നു, ചിലർ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പം നല്ലൊരു സ്ഥലം തന്നെയാണ്, ഒരു സൈലന്റ് ഏരിയ തന്നെയാണ്. നല്ല സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട്. പിന്നെ ഇൻഡോർ ഗെയിംസ് ആയിട്ട് അവർ കുറെ കളികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സ്നേക്ക് ആൻഡ് ലാഡർ, ക്യാരംസ്, ചെസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളും കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കളിക്കാനായിട്ട്. അപ്പം എന്തായാലും നല്ലൊരു സ്ഥലമാണ്. നമ്മൾ കുറച്ചു നേരം നമുക്ക് അങ്ങനെ ഒരു അവധി ദിവസം നമുക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ കൂടാനൊക്കെ കഴിഞ്ഞതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon, we lay awake in bed. The glass so. അപ്പോൾ ഇവിടുത്തെ വാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു മടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്തു. ഇനി നമുക്ക് വണ്ടിയിലോട്ട് കൊണ്ടുവച്ചിട്ട് നമുക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് ഈവനിങ് സ്നാക്സ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം കോഫിയൊക്കെ കുടിച്ചേച്ച് പോകാമെന്ന് വെച്ച് ഞങ്ങൾ കോഫിയും ചായയും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ബേലും പിന്നെ മുളക് ബജിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിച്ചേച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് മടങ്ങി. പിന്നെ നമ്മൾ ഓൾറെഡി ഒത്തിരി ലേറ്റ് ആയായിരുന്നു തിരിച്ചും. അപ്പം നമുക്ക് എവിടെയെങ്കിലും കഴിച്ചേച്ച് പോകാൻ ഡിന്നർ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം കണ്ട ഒരു ബോംബെ ദബാദ് എന്ന് പറയുന്ന ഒരു അടുത്ത് കയറി. അവിടെ പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ ഒരു അവധി സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്നും ഇരിക്കാൻ കഴിക്കാനുള്ള സൗകര്യം കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ ആൾക്കാരായിരുന്നു. എന്തായാലും കയറിയതല്ലേന്ന് വെച്ച് അവിടെ നമ്മൾ കുറച്ച് നേരം അവരുടെ പാട്ടൊക്കെ കേട്ട് നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. പാട്ട് എന്തായാലും നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റത്തില്ല, എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയാലെന്ന് വെച്ച് എന്തായാലും നന്നായിട്ട് അവർ പാടുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നെക്സ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. കസാബ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ഇതും വലിയൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഇവിടെ നല്ല തിരക്ക് തന്നെയാണ്, കാരണം ഈ ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം
വന്ന് ഇവിടെയൊക്കെ കഴിക്കുന്നത്. കാരണം ഈ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെയൊക്കെ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിരിക്കും എപ്പോഴും. അപ്പം നല്ല റഷ് തന്നെയാണ് ഇവിടെയൊക്കെ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് 2 പേരുടെ ബർത്ത്ഡേ ആണ് 25th 26th. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ നമ്മൾ അവരറിയാതെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ കേക്ക് കട്ടിങ് ആണ് 2 പേരുടെയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബൈ.